എല്ലാവർക്കും സിയാഫിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒമാനിലെ ആവാൻ പോവുകയാണോ, നിങ്ങൾ ഒമാനിലേക്ക് വരാൻ പോവുകയാണോ? എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾ വിസിറ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വിസക്ക് വരുന്നവർക്ക്, ഫുൾ വിസക്ക് വരുന്നവർക്ക് ഈ ഒരു സാധനം നിർബന്ധമായിട്ട് വേണം. ഇതെന്താ അറിയോ? ഇതാണ് ID കാർഡ്. നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ടിയ ഒരു സംഭവമാണിത്. ഫസ്റ്റ് ഇതെങ്ങനെ എടുക്കുക നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് ROPയിലോട്ട് പോകണം. പോലീസ് സ്റ്റേഷനിലെ ROP, ഒമാനിലെ ROPയിലോട്ട് നമ്മൾ പോകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കുട്ടിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ ഇപ്പച്ചിൻ്റെ പാസ്പോർട്ട് നിർബന്ധമാണ്. ഇപ്പച്ചിൻ്റെ ID കാർഡ് വേണം. അപ്പോൾ ഇപ്പച്ചി അല്ലേ ആദ്യം പോവുക, എന്നിട്ടല്ലേ നമ്മൾ വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പച്ചിൻ്റെ ID കാർഡ് കിട്ടുമല്ലോ. ഇപ്പച്ചിൻ്റെ ID കാർഡും വേണം, ഇപ്പച്ചിൻ്റെ പാസ്പോർട്ടും വേണം. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളാണ് അപ്പോൾ ഈ വൈഫിന്, ഒരു ഹസ്ബൻഡ് വൈഫിന് എടുത്തു കൊടുക്കുമ്പം ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, നിർബന്ധമാണ്. കോപ്പി പറ്റത്തില്ല, ഒറിജിനൽ തന്നെ വേണം, നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കുറച്ച് സാധനങ്ങൾ മതി, വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് ID കാർഡ് എടുക്കാം. ID കാർഡ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഭയവും വേണ്ട, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരാൾ ID കാർഡ് കയ്യിൽ കിട്ടും. അതിനാൽ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ പോയി ഇരിക്കുക. ഞങ്ങൾക്ക് അറിയുന്നത്, ഞങ്ങൾ ശരിക്കും ഇപ്പച്ചിൻ്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പം അയാളെ കൊണ്ടുവച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതേപോലെ എല്ലാവരും ഇപ്പം ഒരു ഫാമിലി വരുന്നതിന് മുമ്പ് എല്ലാവരും മാരേജ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഒരു ഫയലിലെടുത്താണ്ട് എന്തായാലും കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ 2 ഫോട്ടോ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ അപ്പോൾ 2 ഫോട്ടോ വേണം, നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാം. അപ്പോൾ ഫോട്ടോ വേണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പോൾ അവിടെ പോയണം. എൻ്റെ ഉപ്പച്ചിക്കൊക്കെ ID കാർഡ് എടുത്തു കൊടുത്ത കാക്ക ഓഫീസിലുള്ളൊരു ആളുണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾക്കും എടുത്തത്. അവരെടുത്തതുകൊണ്ട് അറബി സിമ്പിളായിട്ട് നമുക്ക് എടുത്തത്. അതേപോലെ അപ്പം നമ്മളിങ്ങനെ ചെയ്യും. ID കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ROPയിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ടോക്കൺ എടുക്കുക. അതിന് ശേഷം അവരൊരു റൂമിലോട്ട് വിളിക്കും. നമ്മുടെ അപ്പോൾ ഇപ്പോൾ ID കാർഡ് എടുക്കുന്ന ഒരാൾ 10 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്കാണ് ID കാർഡ് എടുക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ID കാർഡ് എടുക്കുമ്പം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം 10 വയസ്സായ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ഓരോരു റൂമൊക്കെ വിളിക്കും. എന്നിട്ട് നമ്മൾ ഈ ആധാർ കാർഡ് പുതുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നൊരു സംഭവം തന്നെ, ID കാർഡും ആധാർ കാർഡൊക്കെ നമ്മൾ നാട്ടിൽ പുതുക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ 4 വിരലിൽ ഫസ്റ്റ് അമർത്തുക, പിന്നെ ഈ 4 വിരലിൽ ഫസ്റ്റ് പിന്നെ അമർത്തുക, പിന്നെ ഇത് 2ഉം അമർത്തുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ടൊരു സാധനത്തുമ്മ ഒരു സാധനത്തുമ്മ നമ്മളെ കൊണ്ട് ഒരു മാജിക് സ്ലൈറ്റ് ഒക്കെ പോലെയുള്ള ഒരു സാധനത്തുമ്മ നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചും. അത്രേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് വേറെ സ്ഥലത്ത് ഫിംഗർ പ്രിൻ്റ് എടുപ്പിച്ചാൽ നമുക്ക് ഇത് പ്രിൻ്റ് എടുത്താൽ അതൊക്കെ ആക്കിയാണ്ട് നമുക്ക് ID കാർഡ് കിട്ടും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പൂ പറിക്കണ പോലെ നമുക്ക് സിമ്പിളായിട്ട്, വെരി സിമ്പിളായിട്ടാണ് ഗൈസ് ID കാർഡ് എടുക്കാൻ പറ്റുക. ഈ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, വൈഫിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ അച്ഛൻ്റെ പാസ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ പാസ്പോർട്ട് എടുക്കുന്ന കുട്ടികളുടെ ആൾക്കാരുടെ പാസ്പോർട്ട് വേണം, അത് നിർബന്ധമാണേ. അതൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്, വെരി സിമ്പിളായിട്ട് നമുക്ക് ID കാർഡ് എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലി മെമ്പർ ആവണേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.